بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ അവസാന ദിവസമാണെന്ന് ഇപ്പോൾ അള്ളാഹു അറിയിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ. നമ്മൾ ആദ്യം വിളിക്കുന്നത് ആരെയായിരിക്കും? ആരോടെങ്കിലും ക്ഷമ ചോദിക്കുമോ? ഉപേക്ഷിച്ച നമസ്കാരങ്ങൾ ഓർത്ത് കരയുമോ? ഖുർആൻ തുറന്ന് പാരായണം ചെയ്യുമോ? മാതാപിതാക്കളുടെ കൈ പിടിച്ച് മാപ്പ് ചോദിക്കുമോ? പക്ഷേ സഹോദരങ്ങളെ, നമ്മളാരോടും അല്ലാഹു മരണസമയം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ ദിവസവും അവസാന ദിവസമായിരിക്കാം എന്ന് കരുതി ജീവിക്കാൻ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു ജനാസ കാണുമ്പോൾ നമ്മൾ പറയുന്നു അവൻ എളുപ്പമായിരുന്നു. പക്ഷേ ആ ജനാസ നമ്മോട് പറയുന്നത് മറ്റൊന്നാണ്. നാളെ ഈ സ്ഥാനത്ത് നീ ആയിരിക്കാം. ഖബർസ്ഥാനിലേക്ക് നിങ്ങൾ പോയിട്ടില്ലേ? അവിടെ വലിയവനില്ല, ചെറിയവനില്ല, ധനികനില്ല, പാവപ്പെട്ടവനില്ല, മന്ത്രിയില്ല, തൊഴിലാളിയില്ല, എല്ലാവരും ഒരേ മണ്ണിലാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സത്യം എന്നത് മരണമാണ് എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ മരണം ഒരു മുസ്ലിമിന് അവസാനമല്ല. അത് അള്ളാഹുവിലേക്കുള്ള യാത്രയുടെ ഒരു തുടക്കം മാത്രമാണ്. അതിനുവേണ്ടി നാം എന്താണ് തയ്യാറാക്കിയത്? സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് ഫോൺ ചാർജ് തീർന്നാൽ പരിഭ്രമമാണ്. പക്ഷേ ഈമാൻ കുറഞ്ഞു പോയാൽ നമുക്ക് വിഷമമുണ്ടാകാറുണ്ടോ? മൊബൈൽ നഷ്ടപ്പെട്ടാൽ ഉറക്കം പോകും. പക്ഷേ സുബ്ഹി നിസ്കാരം നഷ്ടപ്പെട്ടാൽ നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ടോ? ഇതാണ് നാം സ്വയം ചോദിക്കേണ്ട ചോദ്യം. അല്ലാഹു നമ്മെ സൃഷ്ടിച്ചത് ഭക്ഷിക്കുവാനും സമ്പാദിക്കാനും മാത്രമല്ല, അവനെ ആരാധിക്കാനാണ്. ജോലി ചെയ്യൂ, ബിസിനസ് ചെയ്യൂ, പഠിക്കൂ. പക്ഷേ അല്ലാഹുവിനെ മറക്കരുത്. കാരണം അല്ലാഹുവിനെ മറക്കുന്ന ജീവിതത്തിന് പുറത്ത് ഒരു സന്തോഷം കാണിച്ചാലും ഉള്ളിൽ മനസ്സമാധാനം ഉണ്ടാകാറില്ല. സഹോദരങ്ങളെ, ഇന്ന് പലരും രാത്രിയിൽ ഉറങ്ങുന്നില്ല. ഉത്കണ്ഠയാണ്, ഭയമാണ്, സമ്മർദ്ദമാണ്. ഇതിന്റെ കാരണം പലപ്പോഴും അല്ലാഹുവിൽ നിന്ന് അകന്നു പോയ മനസ്സാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന മനസ്സിന് ഒരു പ്രത്യേക സമാധാനമുണ്ട്. വിശുദ്ധ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ സ്മരണ കൊണ്ടാണ് ഹൃദയങ്ങൾ സമാധാനമാകുന്നത്. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കാം. സുബ്ഹി നിസ്കാരം ഇനി ഒരിക്കലും വിട്ടുപോകരുത്. ദിവസവും ഖുർആനിൽ നിന്ന് ഒരു പേജെങ്കിലും നമുക്ക് പാരായണം ചെയ്യാം. മാതാപിതാക്കളുടെ ദുആ നേടാം. ഹറാമായ വരുമാനം ഉപേക്ഷിക്കാം. കളവും വഞ്ചനയും നമുക്ക് ഒഴിവാക്കാം. അയൽവാസിയോട് നല്ല രീതിയിൽ പെരുമാറാം. നമ്മുടെ നാവിനെ നിയന്ത്രിക്കാം. കാരണം ഒരു നല്ല മുസ്ലിം നിസ്കാരം മാത്രം ചെയ്യുന്ന ആളല്ല, മറ്റുള്ളവർക്ക് ഉപദ്രവമില്ലാത്ത ആളുമാണ്. പ്രിയ സഹോദരങ്ങളെ, അല്ലാഹു ഇന്ന് നമ്മെ ജീവനോടെ വെച്ചിരിക്കുന്നു. അത് ശിക്ഷയല്ല, ഒരു അവസരമാണ്. തൗബ ചെയ്യാനുള്ള അവസരം, തിരിച്ചു വരാനുള്ള അവസരം, അല്ലാഹുവിനോട് അടുക്കാനുള്ള അവസരം. ഈ അവസരം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഒരു പക്ഷേ ഇതായിരിക്കാം നമ്മുടെ അവസാനത്തെ മുന്നറിയിപ്പ്. നമുക്കറിയില്ല. നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഒരു പുതിയ ജീവിതം നമുക്ക് തുടങ്ങാം. അല്ലാഹു കാണുന്ന ജീവിതം, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ജീവിതം, അല്ലാഹു സ്വീകരിക്കുന്ന ജീവിതം. അവസാനമായി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവേ, അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആക്കണമേ. ഞങ്ങളുടെ ഖബർ നീ വിശാലമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. ഞങ്ങളെ സ്വർഗ്ഗത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് ചേർക്കണമേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.